നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് കേൾക്കണം, നമ്മൾ എന്ത് പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ഇവിടെയുള്ളപ്പോൾ നമുക്ക് സ്വതന്ത്രരാവാൻ കഴിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ബേസ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുള്ള 2 പാർട്ടികളുണ്ട് ഇവിടെ. ഇതിവിടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന പോലെ വർഗീയ പ്രചരണം നടത്തുന്ന, വർഗീയ വിദ്വേഷങ്ങൾ പരത്തുന്ന രീതിയിലുള്ള സിനിമകളെ പ്രൊമോട്ട് ചെയ്തിരുന്ന അതേ BJP, പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചിരുന്ന അതേ BJP RSS വക്താക്കൾ എന്തുകൊണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയെ ഭയപ്പെടുന്നു? അതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ TP51 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. TP ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം ഈ TP51, TP ചന്ദ്രശേഖരന്റെ മുഖത്തേറ്റ 51 വെട്ടുകൾക്ക് തുല്യമായിട്ട് ഈ സിനിമ ജനങ്ങളുടെ ഇടയിൽ വരുമ്പോൾ CPM ഭയപ്പെട്ടിരുന്ന അതേപോലെ തന്നെ ഇന്ന് BJP സിനിമകളെ ഭയപ്പെടുന്നു. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളിടത്ത് മാത്രമാണ് സമൂഹത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമകൾ ടാക്സ് ഫ്രീ ആക്കണമെന്ന് പറയുമ്പോൾ, കേരള സ്റ്റോറി എന്ന് പറയുന്ന വർഗീയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന സിനിമകൾ പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ, TP51 എന്ന് പറയുന്ന സിനിമകളെ CPM എന്ന് പറയുന്ന പാർട്ടി ഭയപ്പെടുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് തൊട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊട്ടിട്ട് BJP വരെയുള്ള പാർട്ടികൾ അവരുടെ വർഗീയ ചിന്തകൾ കൊണ്ട് നിർമ്മിച്ചെടുത്താണ് അവരുടെ പാർട്ടി എന്നുള്ളത്. ഇവിടെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഈ 3 പാർട്ടികളും ശക്തമായി നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ തന്നെ 17 വെട്ടുകളേറ്റ ഈ സിനിമയിലൂടെ തന്നെ നമുക്ക് വ്യക്തമാവുകയാണ്. ഇവിടെ ആർക്ക് വേണ്ടിയാണ് ജനാധിപത്യം? ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനാധിപത്യം. ജനങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഏൽക്കുന്ന 17 വെട്ടുകൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.